ചേച്ചി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതാണ് PR ടീം, CPM-ന്റെ സൈബർ ടീമും PR ടീമും CPM-നെ അല്ലെങ്കിൽ ഇടതു മുന്നണി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാതെ വിശ്രമമില്ല എന്ന് പറയുന്ന രീതിയിലാണ്. ഞാൻ അപ്പോഴും പറയുന്നു, ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, അച്ഛനോട് ചെയ്തതിന് പക പോക്കുകയാണോ നികേഷ് കുമാർ എന്ന് കേരളം ചിന്തിച്ചാൽ പോലും സംശയിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇന്നതാ സൈബർ ടീമിൽ വലിയ പൊട്ടിത്തെറി. CPM-ന്റെ സൈബർ ടീം, നമുക്കറിയാം CPM-ന്റെ സൈബർ ടീം എന്ന് പറയുന്നത് വലിയ സ്ട്രോങ് ആണ് എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും. അപ്പൊ ഇനിയിപ്പോ UDF-നൊക്കെ പണി കൂടുമല്ലോ. മറ്റേത് അവർ വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. അതായത് CPM-ന്റെ സൈബർ ടീം തന്നെ അവർക്കെതിരായുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അകത്തൊരു പ്രശ്നമുണ്ട്. MV നികേഷ് കുമാർ മാറിയിട്ടില്ല ഇപ്പോഴും. സൈബർ ടീമിന്റെ തലപ്പത്ത് നികേഷ് കുമാർ പൊട്ടിത്തെറിച്ചത്. എന്താണ് മാധ്യമ പ്രവർത്തകർ, ഇതിപ്പോ ഒരു മാധ്യമ പ്രവർത്തകർ MV നികേഷ് കുമാർ ആണ് ഇത് നയിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ഇതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് MV നികേഷ് കുമാർ ആണെങ്കിലും ഇതിന്റെ അകത്തുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. അവർക്കാണ് പ്രശ്നം. അവർ പറയുന്നത് പിണറായി വിജയനെ പോലെ എന്ന് ഞാൻ പറഞ്ഞതാണ്, ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. നികേഷ് കുമാർ പറയുന്നതെല്ലാം ഇവർ അനുസരിക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത രീതിയിലേക്ക് CPM-ന്റെ സൈബർ ഇടം നികേഷ് കുമാർ അധികാരിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ പൊട്ടിത്തെറിയോടുകൂടി നികേഷ് ആ ടീം ഇനി പുതിയ ടീമിനെ ഫോം ചെയ്യുമോ അതോ ഇതെന്താവും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും CPM-ന് കിട്ടിയൊരു എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് സമയമാണ്. നമുക്കറിയാം, ഇപ്പൊ കോൺഗ്രസിന് എടുത്താലും BJP എടുത്താലും CPM-ന് എടുത്താലും സൈബർ ടീം സ്ട്രോങ് എന്ന് പറയുന്നത് എപ്പോഴും CPM-ന്റേതാണ്. അതിപ്പോ ഒരാളെ ഉയർത്താനാണെങ്കിലും കമന്റ് ബോക്സിൽ ഒരാളെ നശിപ്പിക്കാനാണെങ്കിലും അതിനവർ ഏത് തരത്തിലും ഉപയോഗിക്കുകയും ചെയ്യും. ഏതറ്റം വരെ ആരുടെ അപ്പനെയും വിളിക്കും, ആരുടെ അമ്മയും വിളിക്കും. ഒരു മാന്യതയില്ലാത്ത രീതിക്ക് പോലും സംസാരിക്കാൻ ഒരു മടിയും ഇല്ലാത്തതാണ് CPM-ന്റെ സൈബർ ടീം എന്ന് പറയുന്നത്. നമ്മളീ പറയുന്ന ഒരു അറ്റാക്ക്, സൈബർ അറ്റാക്ക് ചെയ്യാൻ പോലും, അല്ലെങ്കിൽ ഒരാളെ ഇപ്പൊ ചേച്ചി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചേച്ചി ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ ഇമോഷണലി ഡൗൺ ആക്കുന്ന രീതിയിൽ പോലും കമന്റ് ഇടുന്ന ഒരു ടീമാണ് CPM-ന്റെ സൈബർ ടീം എന്ന് പറയുന്നത്. ഈ സൈബർ ടീം എന്ന് പറയുമ്പോൾ അതിൽ ഈ വീഡിയോസ് പ്രചരിപ്പിക്കുന്നതോ കട്ടും പേസ്റ്റും ചെയ്ത് വിടുന്നവരോ മാത്രമല്ല, ഈ CPM-നെതിരെ പോസ്റ്റ് ഇടുന്നവർക്ക്, അതിപ്പോ മറ്റു PR ടീമുകൾ എന്നല്ല, അതായത് മറ്റു പാർട്ടികളുടെ PR ടീം എന്നല്ല, ഈ പൊതുവെ വ്യക്തിപരമായിട്ട് CPM-നോട് താല്പര്യമില്ലാത്തവർ, എതിർപ്പുള്ളവർ ചില പോസ്റ്റുകൾ പങ്കുവെക്കാറുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുക എന്നൊരു ദൗത്യം കൂടി ഈ സൈബർ ടീമിനുണ്ട്. കഴിഞ്ഞ ദിവസം വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു സജഷൻ ആയിരുന്നു, ഇടതുവശത്തെ കള്ളൻ ആരാണ് എന്ന് ചോദിച്ചു. അതായത് മന്ത്രിസഭയെ കുറിച്ച് പരാമർശിച്ചു. അപ്പൊ അത് ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒന്ന് കുറിച്ചായിരുന്നു, വലതുവശത്തെ കള്ളൻ സിനിമ കണ്ടില്ല, ഇടതുവശത്തെ കള്ളൻ ആരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഇടതുപക്ഷത്തെ LDF മന്ത്രിമാരുടെ ഫോട്ടോയും വെച്ചിട്ട് വെറുതെ ഒരു പോസ്റ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഇടയിൽ ആ കമന്റ് ഇടേണ്ട യാതൊരു ആവശ്യമില്ല. ഒരാൾ വന്ന് എന്റെ തന്തയ്ക്ക് പറയുകയാണ്. അപ്പോ ഞാൻ ആലോചിക്കുകയാണ്, അതിന്റെ ആവശ്യം എന്താ? അപ്പൊ അതിന് മറുപടിയും ഞാൻ കൊടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞത്, ഈ കമന്റ് ഇടുക എന്ന ദൗത്യം ഉൾപ്പെടെ ചെയ്യുന്നവർ ഈ CPM-ന്റെ സൈബർ പോരാളികളാണ്. പക്ഷെ ആ കമന്റ് യാതൊരു സഭ്യതയും, എല്ലാ അതിർവരമ്പുകളും കടന്നുകൊണ്ടാണ് ഇവർ ഈ എന്താണ് വിളയാടുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഇപ്പൊ ഭയങ്കര സജീവമാണ്. പണ്ടത്തെ കാലമല്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. സോഷ്യൽ മീഡിയ സജീവമാണ്. ഇതിന് ഗുണവുമുണ്ട് ദോഷമുണ്ടെന്ന് പറയുന്നത്. ഒരാളെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഇപ്പൊ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ എടുത്ത് ഇടുന്നു, അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണെങ്കിൽ വിമർശിക്കാം. അതെ, മാന്യമായ ഭാഷയിൽ ആലോചിച്ചു എന്ത് കമന്റ് ബോക്സ് നമുക്ക് തുറക്കാൻ പേടി തോന്നുന്ന തരത്തിൽ വരും. അപ്പൊ നമ്മൾ കുറെ കഴിയുമ്പോൾ ചില ആളുകളാണെങ്കിൽ എന്ത് വിചാരിക്കും, ഇനി വീഡിയോസ് ഇടണ്ട, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയണ്ട എന്ന രീതിയിലേക്ക് ഭീഷണിപ്പെടുത്തിയാണെങ്കിൽ പോലും ഞങ്ങൾ പറയാനുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉദ്ദേശമേ നടക്കൂ എന്നുള്ള ഒരു ധാർഷ്ട്യമുള്ളതാണ് CPM-ന്റെ സൈബർ ടീം. എന്തൊക്കെ പറഞ്ഞാലും CPM-ന്റെ സൈബർ ടീം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കി വെച്ച്, MV നികേഷ് കുമാർ റിപ്പോർട്ടർ വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് വരെ CPM-ന്റെ സൈബർ ടീമും PR ടീമും ഒരു പരിധിവരെ വിജയിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ PR ടീം എന്ത് ചെയ്യുന്നു, അത് മുഴുവൻ പൊളിയുകയാണ്. അല്ലെന്നും ചേച്ചിക്കും പറയാൻ, ഈ അടുത്ത അല്ലെങ്കിൽ നികേഷ് കുമാർ ഈ പറയുന്ന പോലെ AKG സെന്ററിൽ ഇരുന്ന് ചെയ്ത ഏത് കാര്യമാണ് വിജയിച്ചിട്ടുള്ളത്? ഇപ്പൊ ഈ അടുത്ത കാലത്തെ ഒരു ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുകയും ചെയ്തു, എനിക്കെതിരെ 10-16 കാർഡ് അവിടെ നിന്ന്. ചേച്ചി ആലോചിക്കും, നികേഷ് കുമാറിന്റെ പേര് ആദ്യം വരുന്നത് അങ്ങനെയാണ് ഈ PR ടീമിന്റെ വിഷയത്തില്. അല്ലാതെ എല്ലാവർക്കും അറിയാം നികേഷ് കുമാർ ആണ് PR ടീമിന്റെ ഹെഡ് എന്നുള്ള. പക്ഷെ ഈ മാധ്യമങ്ങൾക്കിടയിലേക്ക് നികേഷിന്റെ പേര് വലിച്ചിടുന്നത് ആദ്യം പ്രതിപക്ഷ നേതാവാണ്. എനിക്കെതിരെ 16ഓളം കാർഡുകൾ AKG സെന്ററിൽ നിന്ന് ഒരാൾ അടിച്ചു വിടുന്നുണ്ട്.
എന്ന് പറഞ്ഞെടുത്ത് തുടങ്ങിയതാണ്. അല്ല, സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു മികച്ച മാധ്യമ പ്രവർത്തകനാണ് എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അങ്ങനെ ഒരു മികച്ച മാധ്യമ പ്രവർത്തകൻ എന്തായാലും അബദ്ധം പറ്റി ഇതൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം എന്ന് വേണം നമ്മൾ ഇത് കരുതേണ്ടത്. ചേച്ചി, അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം ജേർണലിസം ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നികേഷ് എന്ന ജേർണലിസ്റ്റ് അല്ലെങ്കിൽ നികേഷ് കുമാർ എന്ന ജേർണലിസ്റ്റ് അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജേർണലിസത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഇരിപ്പും ഒരു സ്റ്റൈലും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഫോളോ ചെയ്ത് എന്തുമാത്രം പേരുണ്ട്. അതേ നികേഷ് കുമാർ ഒരു PR-ന്റെ ഹെഡ് ആകുമ്പോ അല്ലെങ്കിൽ ഒരു PR ടീമിന്റെ ഹെഡ് ആകുമ്പോ ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരങ്ങളെന്ന് പറയണ്ട, പറയുന്നതെല്ലാം സത്യം തന്നെയാണല്ലോ. എന്തായാലും കള്ളമല്ലല്ലോ, പറയുന്നതെല്ലാം സത്യമാണ്. അപ്പൊ എതിരാളികൾ എന്തായാലും അദ്ദേഹത്തോട് എന്നും കടപ്പെട്ടിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, LDF വരും എല്ലാം ശരിയാവും എന്നതായിരുന്നു ഇവരുടെ പഴയ ടാഗ്ലൈൻ. ഇപ്പൊ 10 വർഷം കൊണ്ട് LDF വന്നു, കേരളത്തിൽ എല്ലാം ശരിയായി. ഇനി ശരിയാവാൻ ഒന്നുമില്ലായിരുന്നു. ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് വിദേശികൾ എവിടെ പോയി മദ്യപിക്കും, രാത്രി 11 മണിക്ക് ശേഷം അവർക്ക് മദ്യപിക്കാൻ കഴിയില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നമേ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഇന്നലെ രാത്രി കൊണ്ട് പരിഹരിച്ച് കഴിഞ്ഞു. ഇനി ഒരു പ്രശ്നം കൂടി ഉണ്ട്. അല്ല, പിന്നെ ബാക്കി എന്താ? ഒന്ന് ഇറങ്ങി പൊക്കൂടെ? അല്ല, ഇനി ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഈ PR ടീമിനെ ഇനി ആര് ശരിയാക്കും? അത് LDF ഇറങ്ങുമ്പോ അതങ്ങ് പൊക്കോളും. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, LDF വന്നു, 10 കൊല്ലം കൊണ്ട് എല്ലാം ശരിയായി, ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പൊക്കൂടെ എന്ന് മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളൂ.